നോട്ട് പിൻവലിച്ചതിനെ തുടർന്ന് സഹകരണ മേഖലയിലുണ്ടായ പ്രതിസന്ധിക്കെതിരെ സംസ്ഥാനത്ത് ജനരോഷമിരമ്പി. ഇടതുപക്ഷം ആഹ്വാനം ചെയ്ത ഹർത്താൽ സംസ്ഥാനത്ത് പൂർണ്ണം. അവശ്യ സർവീസുകളെ ഹർത്താലിൽ നിന്നും ഒഴിവാക്കിയിരുന്നു. ഹർത്താൽ പൊതുവെ സമാധാനപരമായിരുന്നു. വേണ്ടത്ര മുന്നൊരുക്കങ്ങളില്ലാതെ നോട്ട് പിൻവലിച്ച കേന്ദ്ര നടപടിയിൽ പ്രതിഷേധിച്ചും സഹകരണ ബാങ്കുകളെ തകർക്കാനുള്ള കേന്ദ്ര നീക്കത്തിനെതിരെയുമാണ് സംസ്ഥാനത്ത് LDFന്റെ നേതൃത്വത്തിൽ 12 മണിക്കൂർ ഹർത്താൽ നടന്നത്. രാവിലെ 6 മുതൽ വൈകിട്ട് 6 വരെ നടന്ന ഹർത്താലിൽ നിന്ന് പാൽ, പത്രം, ആശുപത്രി, വിവാഹം, എയർപോർട്ട്, ബാങ്ക് തുടങ്ങിയ അവശ്യ സേവന മേഖലകളെ ഒഴിവാക്കിയിരുന്നു. തലസ്ഥാനം ഉൾപ്പെടെയുള്ള തെക്കൻ ജില്ലകളിൽ ഹർത്താൽ പൂർണ്ണവും സമാധാനപരവുമായിരുന്നു. KSRTC ബസ്സുകളും സ്വകാര്യ ബസ്സുകളും സർവീസ് നടത്തിയില്ല. ഇരുചക്ര വാഹനങ്ങളും ചുരുക്കം ചില സ്വകാര്യ വാഹനങ്ങളും നിരത്തിലിറങ്ങി. ജനങ്ങളുടെ കൂടെ പിന്തുണ ഉള്ളതിനാൽ ഹർത്താലിൽ ജനജീവിതം ബുദ്ധിമുട്ടിലായില്ല. റെയിൽവേ സ്റ്റേഷനിൽ എത്തിയ രോഗികളെയും മറ്റ് യാത്രക്കാരെയും പോലീസ് വാഹനങ്ങളിൽ യഥാസ്ഥലങ്ങളിൽ എത്തിച്ചു. ഹർത്താലിന്റെ ഭാഗമായി LDF പ്രവർത്തകർ രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്ന് GPOയിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനാണ് ധർണ ഉദ്ഘാടനം ചെയ്തത്. മുഖ്യമന്ത്രിക്കും പ്രതിപക്ഷ നേതാവും ഉൾപ്പെടെയുള്ള സർവകക്ഷി സംഘത്തിന് അനുമതി നിഷേധിക്കുകയാണ് പ്രധാനമന്ത്രി ചെയ്തത്. ഇത് കേരളത്തോടുള്ള ഒരു അവഹേളനമാണ്. 3.5 കോടി ജനങ്ങളെ അപമാനിക്കുകയാണ് നരേന്ദ്രമോദി ചെയ്തത്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട എന്നീ ജില്ലകളിൽ നിന്ന് ശബരിമലയിലേക്ക് KSRTC ബസ്സുകൾ സർവീസ് നടത്തി. മധ്യകേരളത്തിലും ഹർത്താൽ പൂർണ്ണമായിരുന്നു. സർക്കാർ ഓഫീസുകളും പ്രവർത്തിച്ചില്ല. അയ്യപ്പ ഭക്തന്മാർ സഞ്ചരിച്ചിരുന്ന വാഹനങ്ങൾക്ക് തടസ്സമുണ്ടായില്ല. സ്വകാര്യ ബസ്സുകൾ നിരത്തിലിറങ്ങിയില്ല. പൊതുവെ സമാധാനപരമായിരുന്നു ഹർത്താൽ. മലബാർ ജില്ലകളിൽ ഹർത്താൽ പൂർണ്ണവും ജനകീയ പിന്തുണയുള്ള സമരവുമായി മാറി. ഇരുചക്ര വാഹനങ്ങളും സ്വകാര്യ വാഹനങ്ങളും നിരത്തിലോടി. കടകൾ പൂർണ്ണമായും അടഞ്ഞുകിടന്നു. കേന്ദ്ര സർക്കാരിന് ശക്തമായ ഒരു താക്കീത് കൊടുക്കുന്ന ഹർത്താലായിരുന്നു ഇന്ന് സംസ്ഥാനത്തുടനീളം നടന്നത്. പൊതുവെ സമാധാനപരവും അതോടൊപ്പം പൂർണ്ണവുമായ ഹർത്താലായിരുന്നു LDFന്റേത്. വിവിധ ബ്യൂറോകൾക്കൊപ്പം തിരുവനന്തപുരത്ത് നിന്ന് സുനിൽ അരിമാനൂർ, ക്യാമറാമാൻ ബിച്ചു പൂവച്ചലിനൊപ്പം. കൃത്യമായ ആസൂത്രണമില്ലാതെ കേന്ദ്ര സർക്കാർ നടപ്പാക്കിയ നോട്ട് പിൻവലിക്കലിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷ പാർട്ടികൾ ദേശവ്യാപകമായി പ്രക്ഷോഭം നടത്തി. കേരളത്തിന് പുറമെ ബംഗാളിലും ത്രിപുരയിലും ബന്ദ് പൂർണ്ണമായിരുന്നു. രാജ്യതലസ്ഥാനത്ത് ഇടത് പാർട്ടികൾ സംയുക്തമായും പശ്ചിമ ബംഗാളിൽ കർഷകരും പ്രതിഷേധ മാർച്ച് നടത്തി. രാജ്യവ്യാപക പ്രക്ഷോഭത്തിന്റെ ഉത്തരവാദി പ്രധാനമന്ത്രിയാണെന്ന് സീതാറാം യെച്ചൂരി പറഞ്ഞു. നോട്ട് പ്രതിസന്ധിയിൽ ജനജീവിതം ദുസ്സഹമായതിൽ പാർലമെന്റിനകത്തും പുറത്തും പ്രക്ഷോഭം ശക്തമാക്കിയതിനു പിന്നാലെ പ്രതിപക്ഷ പാർട്ടികൾ നടത്തിയ രാജ്യവ്യാപക പ്രക്ഷോഭവും ഏകദേശം പൂർണ്ണമായിരുന്നു. 14 പ്രതിപക്ഷ പാർട്ടികളും പ്രതിഷേധത്തിന് ആഹ്വാനം ചെയ്തിരുന്നെങ്കിലും ബീഹാറിൽ JDU നിതീഷ് കുമാർ വിഭാഗം വിട്ടുനിന്നു. കേരളത്തിന് പുറമെ ബംഗാളിലും ത്രിപുരയിലും ഇടത് സഖ്യം ബന്ദ് നടത്തി. നോട്ട് പ്രതിസന്ധിയിൽ കർഷക വിപണി നിശ്ചലമായതിൽ പ്രതിഷേധിച്ച് ഇടതു പാർട്ടികൾ സംയുക്തമായി ദില്ലിയിൽ പ്രതിഷേധ മാർച്ച് നടത്തി. രാജ്യവ്യാപക പ്രക്ഷോഭത്തിന്റെ ഉത്തരവാദി പ്രധാനമന്ത്രിയാണെന്ന് സീതാറാം യെച്ചൂരി പറഞ്ഞു. आज पार्लियामेंट बंद है तो प्रधानमंत्री की वजह से, आज भारत बंद है तो प्रधानमंत्री की वजह से. പശ്ചിമ ബംഗാളിൽ കർഷകർ ഉൾപ്പെടെ 1 ലക്ഷം ആളുകൾ അണിനിരന്ന് തൃണമൂൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് നടന്നു. ബംഗാളിൽ CPIML പ്രവർത്തകർ ട്രെയിൻ തടഞ്ഞത് സംഘർഷത്തിലേക്ക് വഴിവെച്ചു. പ്രതിഷേധ മാർച്ചിനിടെ CPM പ്രവർത്തകർക്കെതിരെ പോലീസ് നടത്തിയ ആക്രമണത്തിൽ നിരവധി പ്രവർത്തകർക്ക് പരിക്കേറ്റു. ഹൈദരാബാദിൽ റിസർവ് ബാങ്ക് ഓഫീസിന് മുന്നിൽ കോൺഗ്രസ് പ്രവർത്തകർ മനുഷ്യച്ചങ്ങലയും തീർത്തു. പാർലമെന്റിനകത്തും പുറത്തും പ്രതിപക്ഷ കക്ഷികൾ ഉയർത്തിയ പ്രതിഷേധവും ധർണയും ദേശീയ പ്രക്ഷോഭമായി ഉയർന്നതോടെ വരും നാളുകളിൽ ഈ പ്രതിഷേധത്തെ സർക്കാരിന് എങ്ങനെ നേരിടാനാകുമെന്നത് കണ്ടറിയേണ്ടതാണ്. ക്യാമറാമാൻ ശൈലേഷ് കല്ലായിക്കൊപ്പം മനുശങ്കർ, ന്യൂസ് ബ്യൂറോ, ദില്ലി. പ്രതിപക്ഷ ആവശ്യത്തിന് മുന്നിൽ കേന്ദ്ര സർക്കാർ വഴങ്ങുന്നു. നോട്ടുമാറ്റ പ്രതിസന്ധിയിൽ നരേന്ദ്രമോദി നാളെ പാർലമെന്റിൽ സംസാരിക്കും. നോട്ടുമാറ്റം നടപ്പാക്കിയതിൽ പാളിച്ചയുണ്ടെങ്കിൽ ചർച്ച ചെയ്യാമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗ് ലോക്സഭയെ അറിയിച്ചു. പാർലമെന്റിന് മുന്നിൽ പിന്നീട് പ്രതിപക്ഷ പാർട്ടികൾ ധർണയും നടത്തി. രാജ്യവ്യാപകമായി പ്രക്ഷോഭം നടക്കുന്നതിന്റെ പശ്ചാത്തലത്തിൽ പാർലമെന്റ് വളപ്പിൽ സംയുക്ത ധർണ നടത്തിയാണ് പ്രതിപക്ഷ എംപിമാർ സഭയിലെത്തിയത്. പ്രധാനമന്ത്രി എത്താതെ നോട്ടുമാറ്റത്തെക്കുറിച്ച് ചർച്ചയ്ക്കില്ലെന്ന നിലപാടിൽ രാജ്യസഭയിലെയും ലോക്സഭയിലെയും പ്രതിപക്ഷ എംപിമാർ ഉറച്ചുനിന്നു. വിഷയം ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ടുള്ള അടിയന്തര പ്രമേയം അംഗീകരിക്കാത്തത് ലോക്സഭയിൽ ഇന്നും കടുത്ത പ്രതിഷേധത്തിനിടയാക്കി. ഇതേ തുടർന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗ് പ്രധാനമന്ത്രി പാർലമെന്റിലെത്തുമെന്ന് ഉറപ്പ് നൽകി. നോട്ടുമാറ്റത്തെക്കുറിച്ച് നാളെ ലോക്സഭയിൽ നടക്കുന്ന ചർച്ചയിൽ മോദി പങ്കെടുത്ത് സംസാരിക്കും. പദ്ധതി നടത്തിപ്പിൽ പാളിച്ചുണ്ടെങ്കിൽ അതും ചർച്ച ചെയ്യാമെന്ന് രാജ്നാഥ് സിംഗ് അറിയിച്ചു. कहीं यदि किसी को शिकायत है तो पहले दिन से ही हम
सभी लोग चर्चा के लिए इस पर बहस करने के लिए तैयार हैं। പാർലമെന്റിൽ നടക്കുന്ന ചർച്ചയിൽ പ്രധാനമന്ത്രി എത്താതെ പ്രതിഷേധം നിർത്തില്ലെന്ന് കോൺഗ്രസ് പ്രതിപക്ഷ നേതാവ് മല്ലികാർജുന ഖാർഗെ അറിയിച്ചു. നോട്ടുമാറ്റത്തെ തുടർന്നുള്ള ദുരിതത്തിൽ 70 പേർ മരിക്കുകയും 1000-ഓളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടും മോദി പാർലമെന്റിൽ മൗനം പാലിക്കുന്നത് ദുരൂഹമാണെന്ന് സീതാറാം യെച്ചൂരി പറഞ്ഞു. प्रधानमंत्री और उसके सरकार को जवाब देनी होगी पार्लियामेंट में। आज वो जवाब देने से मुकर रहे हैं, पार्लियामेंट का सामना नहीं कर रहे, देश में जाकर बाहर भाषणें देते हैं, लेकिन बाहर भाषणें देने से कोई सवाल नहीं पूछता, उसका जवाब उनको देने की जरूरत नहीं है। പ്രതിപക്ഷ പ്രതിഷേധം ശക്തമായതോടെ ഇരുസഭകളും ഉച്ചയോടെ പിരിഞ്ഞു. ന്യൂസ് ബ്യൂറോ, ദില്ലി. നോട്ട് പ്രതിസന്ധിക്കെതിരെ കേരളത്തിലെ പ്രതിപക്ഷ പാർട്ടികൾ നടത്തുന്ന രാജ്യവ്യാപക പ്രതിഷേധത്തിന്റെ ഭാഗമായി UDF MLA-മാരും രാജ്ഭവന് മുന്നിൽ പ്രതിഷേധിച്ചു. പിക്കറ്റിംഗ് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്തു. തുഗ്ലക് പരിഷ്കാരമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടേതെന്നും വിവരമില്ലാത്തതുകൊണ്ടാണ് പ്രധാനമന്ത്രി തീരുമാനം പിൻവലിക്കാത്തതെന്നും ചെന്നിത്തല കുറ്റപ്പെടുത്തി. കക്ഷി നേതാക്കൾ പിക്കറ്റിംഗിനെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു. തുടർന്ന് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഉൾപ്പെടെയുള്ള എല്ലാ MLA-മാരെയും പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. നരേന്ദ്രമോദി എന്ന അഭിനവ തുഗ്ലക്കിന്റെ പരിഷ്കാരം കാരണം ഇന്ത്യയിലെ 130 കോടി ജനങ്ങൾ അനുഭവിക്കുന്ന തീരാത്ത വേദനയും തോരാത്ത കണ്ണുനീരും തുഗ്ലക്കിന് കുറച്ചു കഴിഞ്ഞപ്പോൾ വിവരമുണ്ടായി. അദ്ദേഹം ആ നടപടി പിൻവലിച്ചു. നരേന്ദ്രമോദിക്ക് വിവരമില്ല, പിൻവലിക്കാൻ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് ഇവർ തമ്മിലുള്ള വ്യത്യാസം. കേന്ദ്ര സർക്കാരിന്റെ കറൻസി അസാധുവാക്കൽ നടപടി റിയൽ എസ്റ്റേറ്റ് മേഖലയെ പ്രതികൂലമായി ബാധിച്ചതായി കണക്കുകളിൽ വ്യക്തം. സംസ്ഥാന രജിസ്ട്രേഷൻ വകുപ്പിന്റെ വരുമാനത്തിൽ വൻ ഇടിവാണ് രേഖപ്പെടുത്തിയത്. ഭൂമി രജിസ്ട്രേഷനിൽ 50% കുറവുണ്ടായതായും രജിസ്ട്രേഷൻ വകുപ്പിൽ നിന്നും ലഭിച്ച കണക്കുകൾ തന്നെ പറയുന്നു. 500-1000 രൂപയുടെ നോട്ടുകൾ പിൻവലിച്ചതിന്റെ തൊട്ടടുത്ത ദിവസം തന്നെ രജിസ്ട്രേഷൻ 1/3 കുറഞ്ഞതായാണ് കണക്ക്. നവംബർ 3 മുതൽ 8 വരെ ശരാശരി 9.40 കോടി രൂപ രജിസ്ട്രേഷൻ വകുപ്പിന് വരുമാനം ലഭിച്ചിരുന്നത് നവംബർ 9-ന് 1.49 കോടി രൂപയായി കുറഞ്ഞു. ഇതിൽ 42.5 ലക്ഷം രൂപ മാത്രമാണ് ഫീസ് ഇനത്തിൽ ലഭിച്ചത്. 1.07 കോടി രൂപ സ്റ്റാമ്പ് ഡ്യൂട്ടി ഇനത്തിലും ലഭിച്ചു. കറൻസി പിൻവലിക്കൽ നടപടി സാമ്പത്തിക ചലനാത്മകതയെ കാര്യമായി ബാധിച്ചുവെന്ന് വിവരാവകാശ പ്രവർത്തകൻ അഡ്വക്കേറ്റ് DB വിനു പറഞ്ഞു. 8-ാം തീയതി ഇത്തരത്തിലുള്ളൊരു വിജ്ഞാപനം പുറപ്പെടുവിച്ചതിന് ശേഷം സംസ്ഥാനത്തെ രജിസ്ട്രേഷൻ ഓഫീസുകളിൽ ആധാരത്തിൻ്റെ രജിസ്ട്രേഷനിൽ 50% കുറവ് സംഭവിച്ചു എന്നാണ്. രജിസ്ട്രേഷൻ ഫീസ് ഇനത്തിലും കോട്ട് ഫീ ഇനത്തിലും കിട്ടുന്ന വരുമാനത്തിൽ 85% ചോർച്ച വന്നു എന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. ഈ മാസം ആദ്യം മുതൽ 22 വരെ ഫീസ് ഇനത്തിൽ 27 കോടി രൂപയും സ്റ്റാമ്പ് ഡ്യൂട്ടി ഇനത്തിൽ 83 കോടി രൂപയുമാണ് ലഭിച്ചത്. എന്നാൽ മുൻ വർഷം ഇതേ മാസം ആദ്യം മുതൽ 22 വരെ ഫീസ് ഇനത്തിൽ 48 കോടി രൂപയും സ്റ്റാമ്പ് ഡ്യൂട്ടി ഇനത്തിൽ 87 കോടി രൂപയുമാണ് ലഭിച്ചത്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. വാർത്തകളിലേക്ക്. മലപ്പുറം സ്ഫോടന കേസിൽ 3 പേർ അറസ്റ്റിലായി. തമിഴ്നാട്ടിലെ മധുരയിൽ നിന്നും NIA ആണ് ഇവരെ അറസ്റ്റ് ചെയ്തത്. ബേസ് മൂവ്മെന്റ് എന്ന സംഘടനയുമായി ബന്ധമുള്ളവരാണ് ഇവരെന്ന് DGP സ്ഥിരീകരിച്ചു. വിവരങ്ങളുമായി സാലി മുഹമ്മദ് ചേരുന്നു. സാലി, ഇവരെക്കുറിച്ച് എന്തൊക്കെ വിശദാംശങ്ങളാണ് ഏറ്റവും പുതിയതായി പുറത്തെത്തുന്നത്? ബാക്കിയുള്ളവരെ സംബന്ധിച്ചുള്ള സൂചനകളും. അജിംഷാദ്, മധുര സ്വദേശികൾ തന്നെയാണ് പിടിയിലായവർ. അബ്ദുൽ കരീം, അയ്യൂബ്, അബ്ബാസ് അലി എന്നിവരാണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്നത്. മലപ്പുറം, കൊല്ലം കളക്ടറേറ്റുകളടക്കം രാജ്യത്ത് 5 സ്ഫോടനങ്ങൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയ സംഘത്തിൽപ്പെട്ടവരാണിവർ എന്ന് NIA പറഞ്ഞു. സംഘത്തിലെ മറ്റ് 3 പേർ ഓടി രക്ഷപ്പെട്ടു. അവർക്കായി പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. തമിഴ്നാട് സ്വദേശികളായ ദാവൂദ്, ഹക്കീം, സുലൈമാൻ എന്നിവരാണ് രക്ഷപ്പെട്ട 3 പേർ. തമിഴ്നാട് പോലീസും NIA-യും സംയുക്തമായി തമിഴ്നാടിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇവർക്കായി തിരച്ചിൽ ആരംഭിച്ചു. ഈ നെല്ലൂര്, മൈസൂർ, ചിറ്റൂര് എന്നീ 3 ഇടങ്ങളിലെ കോടതികളിലും ഇവർ സ്ഫോടനം നടത്തി. അവർക്ക് ഈ സംഭവവുമായും ബന്ധമുണ്ട് എന്നാണ് അൽ-ഖയ്ദ വ്യക്തമാക്കിയിരിക്കുന്നത്. NIA വ്യക്തമാക്കിയിരിക്കുന്നത്. അൽ-ഖയ്ദയുടെ പ്രവർത്തകരാണിവർ. മലപ്പുറം സ്ഫോടനത്തിന് മുന്നേ പ്രവർത്തിച്ച ബേസ് മൂവ്മെന്റ് എന്ന സംഘടനയുമായി ഇവർക്ക് ബന്ധമുണ്ട് എന്ന് NIA വ്യക്തമാക്കുന്നു. രാജ്യത്തെ 20 പ്രമുഖ നേതാക്കളെ വധിക്കുമെന്ന് ഭീഷണി സന്ദേശം അയച്ചതിന് പിന്നിലും ഈ സംഘമാണെന്ന് NIA കണ്ടെത്തിയിട്ടുണ്ട്. മാത്രവുമല്ല, ഈ സ്ഫോടക വസ്തുക്കൾ ശേഖരിച്ച് മറ്റു കേന്ദ്രങ്ങളിൽ എത്തിച്ചു കൊടുക്കുന്നതും എന്ന ചുമതലയും ഇതേ സംഘത്തിനായിരുന്നു. NIA ചെന്നൈ യൂണിറ്റിലെ അന്വേഷണ സംഘം ഇപ്പോൾ ഏതായാലും പിടിയിലായവരെ
ചോദ്യം ചെയ്തു വരികയാണ്. രാജ്യത്ത് മറ്റെവിടെയെങ്കിലും ഇത്തരം സ്ഫോടനങ്ങൾ ഇവർ ആസൂത്രണം ചെയ്തിരുന്നോ എന്നതടക്കമുള്ള സുപ്രധാന വിവരങ്ങൾ അറിയാനുള്ള ശ്രമത്തിലാണ് അന്വേഷണ സംഘം. ചോദ്യം ചെയ്യൽ പൂർത്തിയായ ഉടൻ തന്നെ ഇവരെ ആദ്യം മൈസൂരിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തും. അതിനുശേഷം മാത്രമേ തെളിവെടുപ്പിനായി കേരളത്തിലേക്ക് കൊണ്ടുവരൂ എന്നാണ് NIA അറിയിച്ചിരിക്കുന്നത്. ശരി, സാലി മുഹമ്മദാണ് വിവരങ്ങൾ നൽകിയത്. മറ്റു വാർത്തയിലേക്ക്. നിലമ്പൂർ കരുളായി വനത്തിൽ പോലീസ് വെടിവെപ്പിൽ കൊല്ലപ്പെട്ട മാവോവാദികളുടെ മൃതദേഹം നാളെ വൈകിട്ട് 7 മണി വരെ സംസ്കരിക്കരുതെന്ന് കോടതി. മരിച്ച കുപ്പു ദേവരാജിന്റെ ബന്ധുക്കൾ നൽകിയ ഹർജി പരിഗണിച്ചാണ് മഞ്ചേരി 1ാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയുടെ ഉത്തരവ്. മൃതദേഹങ്ങൾ ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണുള്ളത്. നിലമ്പൂരിൽ നടന്നത് വ്യാജ ഏറ്റുമുട്ടലാണെന്ന് ആരോപിച്ച് വിവിധ മനുഷ്യാവകാശ സംഘടനകൾ രംഗത്തെത്തിയിട്ടുണ്ട്. CPI മാവോയിസ്റ്റ് കേന്ദ്ര കമ്മിറ്റി അംഗം കുപ്പു ദേവരാജും തമിഴ്നാട് സംസ്ഥാന കമ്മിറ്റി അംഗം അജിതയുമാണ് വെടിവെപ്പിൽ കൊല്ലപ്പെട്ടത്. നിലമ്പൂർ വനത്തിൽ അവശേഷിച്ച മാവോവാദികൾക്കായി പോലീസ് തിരച്ചിൽ തുടരുകയാണ്. ഒഡീഷയിലെ പുരിയിൽ ചേരുന്ന CITU അഖിലേന്ത്യാ സമ്മേളന നഗരിയിൽ നോട്ട് പ്രതിസന്ധിക്കെതിരെ മനുഷ്യച്ചങ്ങല തീർത്തു. ഇടതു പാർട്ടികളുടെ രാജ്യവ്യാപക പ്രതിഷേധത്തിന് പിന്തുണ പ്രഖ്യാപിച്ചായിരുന്നു പുരി കടൽ തീരത്ത് മനുഷ്യച്ചങ്ങലയും പ്രതിഷേധ മാർച്ചും സംഘടിപ്പിച്ചത്. നോട്ട് പിൻവലിച്ച നടപടി രാജ്യത്തെ ജനങ്ങളെ കടുത്ത ദുരിതത്തിലേക്ക് തള്ളിവിട്ടതിനെതിരെയാണ് ഒഡീഷയിലെ പുരിയിൽ CITU തൊഴിലാളികൾ പ്രതിഷേധ റാലിയും മനുഷ്യച്ചങ്ങലയും തീർത്തത്. പുരിയിലെ സമ്മേളന നഗരിയിൽ നോട്ട് പ്രതിസന്ധിക്കെതിരായ തൊഴിലാളി രോഷമാണ് ഇരമ്പിയത്. പുരി കടൽ തീരത്ത് മനുഷ്യച്ചങ്ങല തീർത്ത സമ്മേളന പ്രതിനിധികൾ രാജ്യവ്യാപക പ്രതിഷേധത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. സമ്മേളന വോളണ്ടിയർമാരും പ്രദേശവാസികളും ചങ്ങലയിൽ കണ്ണുചേർന്നു. ജനങ്ങളുടെ ദുരിതം പരിഹരിക്കുന്നതുവരെ പ്രതിഷേധം തുടരുമെന്ന് CITU അഖിലേന്ത്യാ പ്രസിഡന്റ് AK പത്മനാഭൻ പറഞ്ഞു. ഈ കൃഷിക്കാരോടും തൊഴിലാളികളോടും ചെറുകിട കച്ചവടക്കാരോടും സാധാരണക്കാരായ ജനങ്ങളോടും ഒപ്പം CITU എന്നെന്നുമുണ്ട്. അതിന്റെ സൂചനയായി മാത്രം ഇന്ന് ഈ പുരിയിലെ ബീച്ച് റോഡിൽ ഈ ഹ്യൂമൻ ചെയിൻ ഉണ്ടാക്കി ഞങ്ങളുടെ പ്രതിഷേധത്തിൽ പങ്കെടുക്കുന്നു. നോട്ട് പിൻവലിച്ച നടപടി രാജ്യത്തെ തൊഴിലാളികളെയും കർഷകരെയും അടിസ്ഥാന ജനവിഭാഗങ്ങളെയും കടുത്ത ദുരിതത്തിലേക്കാണ് തള്ളിവിട്ടതെന്ന് CITU അഖിലേന്ത്യാ സമ്മേളനം വിലയിരുത്തിയിരുന്നു. പ്രതിസന്ധി പരിഹരിക്കും വരെ പിൻവലിച്ച 1000-500 രൂപ നോട്ടുകൾ ഉപയോഗിക്കാൻ അനുവദിക്കണമെന്ന് സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഇടതു പാർട്ടികളുടെ പ്രതിഷേധത്തിൽ രാജ്യവ്യാപകമായി തൊഴിലാളികളും പങ്കെടുക്കുകയാണ്. ഒഡീഷയിലെ പുരിയിൽ നിന്നും ക്യാമറമാൻ രാജീവ് കണ്ണാടിക്കൊപ്പം M സന്തോഷ്. തൊഴിലിടങ്ങളിലെ അപകടങ്ങൾ തടയാൻ കർശനമായ നടപടികൾ വേണമെന്ന് CITU അഖിലേന്ത്യാ സമ്മേളനം ആവശ്യപ്പെട്ടു. ലാഭം വർദ്ധിപ്പിക്കുക എന്ന മാത്രം ലക്ഷ്യം വെക്കുന്ന ഉടമകൾ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കാതെ തൊഴിലാളികളെ ഇരകളാക്കുകയാണെന്ന് സമ്മേളനത്തിൽ അവതരിപ്പിച്ച പ്രമേയം കുറ്റപ്പെടുത്തി. സമ്മേളനത്തിൽ സംഘടനാ പ്രമേയത്തിന്മേലുള്ള ചർച്ച തുടരുകയാണ്. ഭരണകൂട മുതലാളിത്ത ചങ്ങാത്തത്തിന്റെ ഇരകളായി തൊഴിലിടങ്ങളിൽ അപകടങ്ങളിൽപ്പെടുന്ന തൊഴിലാളികൾ മാറുകയാണെന്ന് പ്രമേയം ചൂണ്ടിക്കാട്ടി. ഭോപ്പാൽ വാതക ദുരന്തത്തിന് ഉത്തരവാദിയായവരെ രാജ്യം വിടാൻ സഹായിച്ചത് ഇതിന്റെ ഉദാഹരണമാണ്. ഫാക്ടറികളിലും കമ്പനികളിലും അപകടങ്ങൾ വർദ്ധിക്കുന്നു. സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കുന്നതിന്റെ പേരിൽ ചിലവൊഴിവാക്കി ലാഭം വർദ്ധിപ്പിക്കാൻ മാത്രമാണ് ഉടമകൾ ശ്രമിക്കുന്നത്. ഇതിനെതിരെ തൊഴിലാളികൾ മുന്നോട്ട് വരണം. തൊഴിലാളി സംഘടനകൾ തന്നെ ഈ ആവശ്യം ഉന്നയിക്കുന്നതിൽ പിന്നോട്ടാണെന്നത് സ്വയം വിമർശനമായി ഉൾക്കൊള്ളണം. തൊഴിലാളികളുടെ സുരക്ഷ ഉറപ്പാക്കാൻ കർശന നടപടികൾ വേണമെന്നും സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. ജനറൽ സെക്രട്ടറി തപൻ സെൻ അവതരിപ്പിച്ച സംഘടനാ പ്രമേയം സമ്മേളനം ചർച്ച ചെയ്തു. സംഘടനയെ ശക്തിപ്പെടുത്തുന്നതിനുള്ള ക്രിയാത്മക ചർച്ചകളാണ് നടക്കുന്നതെന്ന് അഖിലേന്ത്യാ സെക്രട്ടറിയും സംസ്ഥാന ജനറൽ സെക്രട്ടറിയുമായ എളമരം കരീം പറഞ്ഞു. ധാരാളം തൊഴിലാളികൾ പ്രക്ഷോഭ രംഗത്തേക്ക് വരുന്നുണ്ട്. പണിമുടക്കുകളിലും പ്രക്ഷോഭ സമരങ്ങളിലും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നയങ്ങൾക്കെതിരായ പ്രക്ഷോഭങ്ങളിലും വലിയ തോതിൽ തൊഴിലാളികൾ അണിനിരക്കുന്നു എന്നത് ഇന്നത്തെ ഒരു പ്രത്യേകതയാണ്. ആ സാഹചര്യത്തിനനുസരിച്ച് CITU സംഘടനയെ ശക്തിപ്പെടുത്തുക എന്നതാണ് ഈ ചർച്ച കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വി ശിവകുമാർ, കെ ചന്ദ്രൻപിള്ള, TK രാജൻ എന്നിവരാണ് സംഘടനാ പ്രമേയത്തിന്മേലുള്ള ചർച്ചയിൽ കേരളത്തെ പ്രതിനിധീകരിച്ചത്. സംഘടനാപരമായ ശക്തി ദൗർബല്യങ്ങൾ ഇഴകീറി പരിശോധിക്കുകയാണ് 15ാം സമ്മേളനം. ദൗർബല്യങ്ങൾ പരിഹരിച്ചുകൊണ്ട് ശക്തമായ സംഘടന കെട്ടിപ്പടുക്കുക എന്ന കടമയാണ് സമ്മേളനം നിർവഹിക്കുന്നത്. പുരിയിലെ സമ്മേളന നഗരിയിൽ നിന്നും ക്യാമറമാൻ രാജീവ് കണ്ണാടിക്കൊപ്പം M സന്തോഷ്. പീപ്പിൾ TV എക്സ്ക്ലൂസീവ്. ശബരിമല സന്നിധാനത്തെ ദേവസ്വം ബോർഡിന്റെ വിശ്രമ കേന്ദ്രങ്ങളിൽ വൻ കൊള്ളയ്ക്ക് ഇരകളാകുന്ന തീർത്ഥാടകർ. ദേവസ്വം ബോർഡിന്റെ താമസ സ്ഥലത്ത് റൂം വാടക നൽകിയാലും പലർക്കും പുറത്ത് വരാന്തയിൽ ഇരിക്കേണ്ടിയും കിടക്കേണ്ടിയും വരുന്നു. ഈ ഇനത്തിൽ മാത്രം ലക്ഷക്കണക്കിന് രൂപയാണ് ദേവസ്വം ബോർഡും ഒപ്പം കരാറുകാരും തീർത്ഥാടകരിൽ നിന്നും കൊള്ളയടിക്കുന്നത്.
ദേവസ്വം ബോർഡിന്റെ സന്നിധാനത്തെ കൈലാസ് തീർത്ഥാടക വിശ്രമ കേന്ദ്രത്തിലെത്തിയ കോഴിക്കോട് സ്വദേശികളാണ് ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥ കരാർ കൂട്ടുകെട്ടിന്റെ ഇരകളായത്. 601 നമ്പർ റൂമിന് 1100 രൂപ വാങ്ങി റെസീറ്റും നൽകിയിട്ട് റൂമിലെത്തി നോക്കിയപ്പോഴാണ് ഇവർക്ക് കാര്യം മനസ്സിലായതും. റൂം നേരത്തെ തന്നെ ഓൺലൈനായി മറ്റൊരു പാർട്ടിക്ക് നൽകുകയും അവർ അതിനകത്ത് താമസവും തുടങ്ങിയിരുന്നു. പക്ഷേ റൂമിൽ ചെന്ന് നോക്കുമ്പോൾ അത് ആരോ ഓൺലൈനിൽ ബുക്ക് ചെയ്ത് അവിടെ റൂം ആൾ താമസമുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് റൂമില്ല, ഞങ്ങളോട് വരാന്തേ കിടന്നോളം പറഞ്ഞു. ടോയ്ലറ്റ് ഒന്നുമില്ല, ഒരു സൗകര്യമില്ല. സംഭവം വലിയ ബഹളത്തിലെത്തിയതോടെ റൂം നമ്പർ എഴുതിയെന്നേ ഉള്ളൂ, അതിന് പുറത്ത് വരാന്തയിൽ കിടക്കുന്നതിനാണ് അയ്യപ്പന്മാരോട് പൈസ വാങ്ങിച്ചത് എന്നായി പണം കൈപ്പറ്റി റെസീറ്റ് നൽകിയ വ്യക്തി. പിന്നീട് വലിയ ബഹളമായി. ഈ സമയത്തൊന്നും ദേവസ്വം ബോർഡിന്റെ ഭാഗത്തു നിന്നും കാര്യങ്ങൾ അറിഞ്ഞിട്ടും ആരും തിരിഞ്ഞു നോക്കിയില്ല. അതേസമയം സമാന രീതിയിൽ ദേവസ്വം ബോർഡിന്റെ തട്ടിപ്പിനിരയായി വരാന്തയിൽ കിടക്കുന്നവർ പലരും പ്രതിഷേധവുമായെത്തി. ഇപ്പോൾ 24 മണിക്കൂർ നേരത്തേക്ക് മറ്റുള്ളവർ ബുക്ക് ചെയ്തിട്ട് അത് 3-4 പ്രാവശ്യം ഇവരറിയാതെ തന്നെ മറ്റേ ഏജന്റുമാർ മറിച്ചു വിട്ടുകൊണ്ടിരിക്കുകയാണ്. അത് വരുന്ന 50 പേരോടും 40 പേരോടും 3500, 7500 വരെ മേടിച്ച കാര്യങ്ങൾ എനിക്കറിയാം. സംഭവം അറിഞ്ഞ സ്ഥലത്തെത്തിയ എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് വന്ന് പരിശോധിച്ചപ്പോഴാണ് കാര്യങ്ങൾ കൂടുതൽ വ്യക്തമായത്. നിരവധി പേരോട് ഇത്തരത്തിൽ ഇവർ റൂം എന്ന ഇനത്തിൽ പൈസ വാങ്ങി വരാന്തയിലാണ് ഇവരെ കിടത്തുന്നതെന്നും ബിൽ ബുക്കിലടക്കം കൃത്രിമം കാണിച്ച് അയ്യപ്പന്മാരുടെ കയ്യിൽ നിന്നും വലിയ തുകയാണ് കൈപ്പറ്റുന്നതെന്നും മനസ്സിലായി. അതിനിടെ അവിടെ എത്തിയ അക്കോമഡേഷൻ ഓഫീസർ റൂം കാണാതെയും താക്കോൽ കൈപ്പറ്റാതെയും നിങ്ങൾ എന്തിനാണ് പൈസ കൊടുത്തതെന്നും അയ്യപ്പന്മാരോട് ചോദിച്ച് താനും ഈ തട്ടിപ്പിന്റെ ഭാഗമാണെന്ന് പറയാതെ പറഞ്ഞു. ഏറ്റവും ഒടുവിൽ എല്ലാം സന്നിധാനത്തെ വിജിലൻസ് ഓഫീസറുടെ മുന്നിലെത്തി. അയ്യപ്പന്മാർക്ക് വേറെ റൂം കൊടുത്ത് പ്രശ്നം തീർക്കാൻ ായിരുന്നു അദ്ദേഹത്തിന്റെ നിർദ്ദേശം. വലിയ തട്ടിപ്പിന്റെ തെളിവ് സഹിതം തന്റെ മുന്നിലെത്തിയിട്ടും നടപടിയെടുക്കാതെ ഒതുക്കി തീർത്തത് വഴി വിജിലൻസിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടുവെന്നും മാത്രമല്ല ഈ തട്ടിപ്പ് കച്ചവടത്തിൽ അദ്ദേഹത്തിന് പങ്കുണ്ടെന്നുമാണ് അയ്യപ്പന്മാർ പറയുന്നത്. മല കയറി ക്ഷീണിച്ചു വരുന്ന അയ്യപ്പന്മാർക്ക് റൂം നൽകാമെന്ന് പറഞ്ഞ് വലിയ തുക തന്നെയാണ് ഇവർ കൈപ്പറ്റുന്നത്. അതിൽ പരാതിയുമായി മുതിർന്ന സ്ഥലങ്ങളിലേക്ക് പോയി കഴിഞ്ഞാലും ഒരു കാര്യവുമില്ല. അവരെല്ലാം അതിന്റെ വിഹിതം പറ്റുന്നു എന്നതിന്റെ തെളിവ് തന്നെയാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിച്ചതും. സന്നിധാനത്ത് നിന്നും ക്യാമറമാൻ വിനേഷ് നേതാജിക്കൊപ്പം ബിജേഷ് നടുവിൽ.